രാത്രിയുടെ മറവിൽ വീണ്ടും പാകിസ്ഥാൻ പ്രകോപനം. ജമ്മുവിൽ ഷെല്ലാക്രമണം നടത്തിയിരിക്കുന്നു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ജിഷ്ണു, എന്താണ് വിശദാംശങ്ങൾ? ജമ്മുവിൽ വീണ്ടും പാകിസ്ഥാൻ്റെ പ്രകോപനം. ജമ്മുവിൽ ഷെല്ലാക്രമണം നടത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസവും അർദ്ധരാത്രിയിലായിരുന്നു പാകിസ്ഥാൻ ഭാരതത്തിന് നേരെ അക്രമം അഴിച്ചുവിട്ടത്. പക്ഷേ അത് കൃത്യമായി പ്രതിരോധിക്കാൻ സാധിച്ചു. ഇപ്പോൾ ഡ്രോണാക്രമണം, ആ നീക്കം അത് ഇല്ലാതാക്കാൻ, പൂർണ്ണമായും നിർവീര്യമാക്കാൻ, അത് നിഷ്പ്രഭമാക്കാൻ സൈന്യത്തിന് സാധിച്ചു എന്ന വിവരവും പുറത്ത് വരുന്നുണ്ട്. പാകിസ്ഥാൻ പ്രകോപനം തുടരുന്നു. പാക് നിയന്ത്രണ ഏരിയയിൽ, അതായത് LOC ലൈൻ ഓഫ് കൺട്രോളിലൊക്കെ സ്ഥിരമായി ഷെല്ലാക്രമണം നടത്തുന്നുണ്ട്. ഇപ്പോഴിതാ ജമ്മുവിൽ വീണ്ടും ഷെല്ലാക്രമണം നടത്തിയിരിക്കുന്നു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, വിശദാംശങ്ങൾ. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ജമ്മു സെക്ടറിൽ ഇത്തരത്തിൽ ഡ്രോൺ ആക്രമണം പാകിസ്ഥാൻ ഭാരതത്തിന്റെ സൈനിക കേന്ദ്രങ്ങളും ഒപ്പം ജനവാസ കേന്ദ്രങ്ങളും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഡ്രോൺ ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് ശക്തമായ തിരിച്ചടി ഇപ്പോൾ, അല്ലെങ്കിൽ ആ ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്താനും അത് ആന്റി മിസൈൽ സിസ്റ്റങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ തകർക്കാനും സാധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ പുതിയ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. ഏറ്റവും ഒടുവിൽ ജമ്മു സെക്ടറിലാണ് ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് പുലർച്ചെയും ഇന്നലെ രാത്രിയുമായി രാജ്യത്തെ 15 കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇത്തരത്തിൽ ഡ്രോൺ മിസൈൽ ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത് വളരെ കൃത്യമായി പ്രതിരോധിക്കുകയും ശക്തമായ തിരിച്ചടി ഭാരതം നൽകുകയും ചെയ്തിരുന്നു. ഇന്ന് വൈകിട്ട് ഇത്തരത്തിൽ വിദേശകാര്യ സെക്രട്ടറി ഇനിയും പ്രകോപനം ഉണ്ടാകരുത്, സംഘർഷം വഷളാക്കാനല്ല ഭാരതം ആഗ്രഹിക്കുന്നത് എന്ന മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടുപുറകെയാണ് വീണ്ടും ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ജമ്മു എയർപോർട്ട് ഉൾപ്പെടെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഡ്രോൺ ആക്രമണത്തിനുള്ള ശ്രമം നടത്തിയത്. നിലവിൽ തുടർച്ചയായി ജമ്മുവിലെ സാംബ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സൈറൺ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടങ്ങളിലാണ് ഈ ഡ്രോണും ഒപ്പം നിലവിൽ ലഭ്യമാകുന്ന വിവരപ്രകാരം ഡ്രോണാണ് ഈ മേഖലയിലേക്ക് എത്തിയത്. അത് വളരെ കൃത്യമായി വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തിട്ടുണ്ട്. തുടർച്ചയായി സൈറണുകൾ സാംബ ഒപ്പം ജമ്മു എയർപോർട്ട് മേഖലകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനിൽ നമ്പ്യാർ. ജമ്മുവിൽ ഡ്രോൺ ആക്രമണം വീണ്ടും. ഇരുട്ടിന്റെ മറവിൽ പാകിസ്ഥാന്റെ പ്രകോപനം. ഡ്രോൺ ആക്രമണം അത് പ്രതിരോധിക്കാൻ, കൃത്യമായി ശക്തമായി പ്രതിരോധിക്കാൻ ഭാരതത്തിൻ്റെ സേനയ്ക്ക് സാധിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ ജിഷ്ണു കൃഷ്ണൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജിഷ്ണു, കാഷ്വാലിറ്റീസ് ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ അല്ലേ? അൽനബർ, നിലവിൽ അത്തരം റിപ്പോർട്ടുകളൊന്നും തന്നെ വന്നിട്ടില്ല. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ കൃത്യമായി ഈ ഡ്രോണുകൾ ഭാരതത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. തുടർച്ചയായി ഈ അതിർത്തിയിലും ഒപ്പം ഈ സൈനിക മേഖലകളിലും ഉൾപ്പെടെ ഡ്രോണും ഒപ്പം മിസൈൽ ആക്രമണവും നടത്താനുള്ള ശ്രമമാണ് പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് കൃത്യമായിട്ടുള്ള പ്രതിരോധം ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ, ഈ സമയം വരെ നമുക്ക് അത്തരത്തിൽ കാഷ്വാലിറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സാധാരണക്കാർക്കോ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കോ പാകിസ്ഥാന്റെ ഈ അക്രമത്തിൽ ഏതെങ്കിലും തരത്തിൽ പരിക്കേറ്റതായോ ജീവൻ നഷ്ടമായതായുള്ള റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടില്ല. അത്തരം റിപ്പോർട്ടുകൾ ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം വളരെ കൃത്യമായി വിജയകരമായി ഈ ഡ്രോണുകൾ ഇല്ലാതാക്കുന്നതിനും അത് പ്രതിരോധിക്കാനും ഭാരതത്തിന്റെ വ്യോമ പ്രതിരോധ മേഖലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ജമ്മു ഒപ്പം ഈ ജമ്മുവിലെ തന്നെ സാംബ മേഖലയിലുമാണ് ഇത്തരത്തിൽ ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത്. അവിടെയും വളരെ കൃത്യമായി അത് തകർക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ ഇന്ന് രാത്രി ഈ സമയങ്ങളിൽ ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് ഡ്രിൽ ജമ്മുവിലും രാജസ്ഥാനിലും നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ജമ്മു ഡിവിഷനിലെ കിഷ്ത്വാർ പ്രദേശത്ത് ബ്ലാക്ക് ഔട്ട് അത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ആ ജില്ലയിലുടനീളം സൈറൻസ് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നു. ജിഷ്ണു, വളരെയധികം നന്ദി.